2013 മുതൽ ദക്ഷിണ സുഡാനിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു. പ്രസിഡന്റ് സാൽവാ കിർ, മുൻ പ്രസിഡന്റ് റിയാക് മച്ചാർ എന്നിവരുടെ അനുയായികൾ തമ്മിലുള്ള സംഘർഷം രാജ്യത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. രാജ്യം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങി. ഈ സാഹചര്യത്തിൽ 2019 ഏപ്രിൽ 11 വത്തിക്കാനിൽ വെച്ച് നടന്ന ഒരു സമാധാന റിട്രീറ്റിൽ പോപ്പ് ഫ്രാൻസിസ് ഒരു അസാധാരണമായ കാര്യം ചെയ്തു. അദ്ദേഹം ദക്ഷിണ സുഡാനിലെ നേതാക്കളുടെ കാലിൽ മുത്തി. അവരോട് അഭ്യർത്ഥിച്ചു, സമാധാനം കാത്തുസൂക്ഷിക്കണം, യുദ്ധത്തിലേക്ക് പോകരുത്, ജനതയെ നശിപ്പിക്കരുത്. ഈ ചടങ്ങ് ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടി. കാരണം ഒരു പോപ്പ് ഇത്തരത്തിൽ നേതാക്കളുടെ കാലിൽ വീഴുന്നത് അപൂർവമാണ്. പക്ഷേ ശിഷ്യരുടെ പാദം കഴുകിയ, നിന്ദിച്ചവരോടും ഉപദ്രവിച്ചവരോടും കുരിശിലേറ്റിയവരോടും ക്ഷമിച്ച സ്നേഹത്തിൻ്റെ പിൻഗാമിക്ക് ഇങ്ങനെയൊക്കെയാകാനേ കഴിയൂ. ഈ സംഭവത്തിന് ശേഷം 2020 ദക്ഷിണ സുഡാനിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കപ്പെട്ടു. എന്നാൽ രാജ്യത്തെ സ്ഥിതിഗതികൾ ഇപ്പോഴും സങ്കീർണമാണ്.